ചെറിയൊരു പനിയുടെ ആരംഭത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോയിലൊക്കെ ഇന്നലെ വരാതിരുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ആദ്യമായിട്ട് എന്നെ വസിയത്ത് ചെയ്യുകയാണ്. എൻ്റെ സ്നേഹമുള്ള മുസ്ലിം സഹോദരി സഹോദരങ്ങളോട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ ഡിസംബർ മാസത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഫാത്തിമയും സാദും ഒക്കെ ഏത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്? അവരുടെ ശരീരത്തിലേക്ക് ധരിപ്പിച്ച വസ്ത്രത്തിൻ്റെ നിറം പോലും ചുവപ്പായി, തലയിൽ ചുവപ്പ് തൊപ്പി ധരിച്ച് വീട്ടിൽ എല്ലാവരും കൂടി നിന്ന് കേക്ക് മുറിച്ച് വാതിൽക്ക് സ്റ്റാർ തൂക്കിയിട്ട് ഒരു ആഘോഷമാണ്. പേരുകൊണ്ട് നിങ്ങൾ മുസ്ലിമാണ്. ആചാരം മറ്റുള്ളവരിലേക്ക് ചേരുമ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഉസ്താദ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിലൊക്കെ ചെയ്തതുകൊണ്ട് എന്താണ്? ഒരു കേക്ക് മുറിച്ചാൽ എന്താണ്? ഈ വസ്ത്രം ധരിച്ചാൽ എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, കേക്ക് തിന്നുന്നതുകൊണ്ടൊന്നും എതിരല്ല, ഈ വസ്ത്രം ധരിക്കുന്നതിന് ഞാൻ എതിരല്ല. മറിച്ച് ഈ സമയത്ത് ഈ വസ്ത്രം നമ്മളുടെ മക്കളിലേക്ക് ധരിപ്പിക്കുമ്പോൾ, നമ്മൾ അതിൽ പങ്കാളിയാകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ആ വസ്ത്രത്തിനോടുള്ള ഇഷ്ടമോ കേക്ക് തിന്നാനുള്ള കൊതിയോ ഒന്നുമല്ല. മറിച്ച് മറ്റുള്ള മതസ്ഥരുടെ ആചാരത്തിലേക്ക് ചേർന്ന് ഒരു ഇണങ്ങിയുള്ള ഒരു സൗഹാർദ്ദം കാണിക്കലാണ്. അത് സൗഹാർദ്ദമല്ല, അതൊരു മതസ്ഥരുടെ വിശ്വാസമാണ്. നാം ഒക്കെ 5 നേരവും പടച്ചവനെ വിളിക്കുന്നില്ലേ? അള്ളാഹുവിന് മക്കളുണ്ടെന്ന് നാം പറയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ഓതുന്നവരല്ലേ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, പടച്ചവന് സന്താനങ്ങളില്ല. ക്രിസ്തുമസ് ആഘോഷം കടന്നു വരുന്നത് അള്ളാഹു ഒരു പുത്രൻ ഉണ്ട് എന്ന വിശ്വാസം ജന്മമെടുക്കലോടുകൂടിയാണ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, പ്രത്യക്ഷത്തിൽ ഞാൻ ക്രിസ്തുമതമല്ല അല്ലേ? ഇതാണോ? എന്നാൽ പരോക്ഷത്തിലായി പോയില്ലേ? ഇങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് സ്വയം ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ശബരിമലയിലേക്ക് പോകാൻ നേർച്ചയാക്കിയ ഒരാൾ ആ കാലയളവിൽ മറ്റു മതസ്ഥരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല. അത് മതസൗഹാർദ്ദത്തിനെതിരാണെന്ന് നിങ്ങൾ വാദിക്കുന്നെങ്കിൽ അത് ശരിയല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഉളഹിയത്ത് കർമ്മം, ബലിപെരുന്നാൾ നിസ്കാരം, ഇതൊക്കെ നമ്മൾക്കുണ്ട്. പക്ഷേ അതിൽ മറ്റു മതസ്ഥരൊന്നും പങ്കുചേരാറില്ലല്ലോ. അതുകൊണ്ട് അവർ മതസൗഹാർദ്ദത്തിനെതിരാവൂ? ഇല്ല. അത് അവരുടെ വിശ്വാസം അവരുടെ വഴിക്ക്, നമ്മളുടെ വിശ്വാസം നമ്മളുടെ വഴിക്ക്. വിശ്വാസത്തിന് കോട്ടം വരാൻ പാടില്ല. നാളെ പടച്ചവന്റെ കോടതിയിലെത്തുമ്പോൾ വിരലടിക്കാതിരിക്കണമെങ്കിൽ ഇതൊക്കെ ചിന്തിച്ച് ഉൾക്കൊള്ളാനുള്ള ഹൃദയം തുറന്നു വെച്ച് ഈ റജബിനെ വരവേൽക്കും. നമ്മളുടെ മക്കളൊക്കെ 5 നേരവും പടച്ചവനെ വിളിക്കുന്നവരാണ്. ആ മക്കൾ വളർന്നു വന്നാലും അങ്ങനെ വിളിക്കണം. അതിന് ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം എന്ന് മാത്രം എൻ്റെ ഈ അടങ്ങിയ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾ ദുആ ചെയ്യുക, ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.